Ram wants to use nitrogen, potassium and phosphorus in the field as fertilizers. Okay. When any of them is mixed in the field, its quantity reduces by 1 kg every day due to chemical reaction. He mixed nitrogen, potassium and phosphorus on 7th, 9th and 15th of January. Okay, respectively. He spent equal amounts on buying each of the three. What should be ratio of the prices of nitrogen, potassium, phosphorus, so that there is an equal quantity of each of them in the field on 16th of January. And that quantity is 11 gram. Okay. Yes. Question ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കഥയുണ്ട്, പക്ഷെ സിമ്പിളാണ്. നോക്കാം. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്, നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കത് ആദ്യം മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Ram wants to use nitrogen, potassium and phosphorus in the field as fertilizer. അല്ലേ, നമുക്കറിയാം ഫെർട്ടിലൈസർ ആയിട്ട് രാം എന്ന് പറയുന്ന ആൾക്ക് നൈട്രജൻ, ഫോസ്ഫറസ് അതേപോലെ പൊട്ടാസ്യം യൂസ് ചെയ്യണം. 3 സാധനങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത്.
any of them is mixed in the field, when any of them is mixed in the field, its quantity reduces by 1 kilogram every day due to chemical reaction. അതായത് ഏതെങ്കിലും ഒരു സംഭവം നമ്മളൊരു ഫീൽഡിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നോറും അതിൻ്റെ ക്വാണ്ടിറ്റി 1 കിലോഗ്രാം വീതം കുറയും. സേ ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ ഒരു 4 കിലോഗ്രാം നൈട്രജൻ ഞാൻ മിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. എൻ്റെ ഫീൽഡിൽ ഇന്ന് ഞാൻ 4 കിലോഗ്രാം നൈട്രജൻ മിക്സ് ചെയ്താൽ നാളെ ആവുമ്പോഴേക്കും 1 കിലോഗ്രാം കുറഞ്ഞ് അത് 3 ആയിട്ടുണ്ടാവും. നാളത്തെ കഴിഞ്ഞാകുമ്പോഴേക്കും അത് 1 കിലോഗ്രാം കുറഞ്ഞ് എന്തായിട്ടുണ്ടാവും, അത് 2 ആയിട്ടുണ്ടാവും. അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ 1 കിലോഗ്രാം കുറഞ്ഞ് എന്തായിട്ടുണ്ടാവും, 1 ആയിട്ടുണ്ടാവും. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഓരോ കിലോഗ്രാം വീതം കുറയുന്ന രീതിയാണ്. ഓക്കെ. ഹി മിക്സ്ഡ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം ഓൺ 7th, 9th ആൻഡ് 15th ഓഫ് ജാനുവരി റെസ്പെക്റ്റീവ്ലി. ഇയാൾ ഹി സ്പെൻഡ് ഈക്വൽ എമൗണ്ട്സ് ഓൺ ബൈയിങ് ഈച്ച് ഓഫ് ദി 3. Yes, he spent equal amounts on buying each of the 3. ഇത് മൂന്നും മേടിക്കാൻ അയാൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. What should be the ratio of the prices of nitrogen, potassium and phosphorus so that there is an equal quantity of each of them in the field on 16th of January. അപ്പോൾ 16th ജാനുവരിയിൽ ഈക്വൽ എമൗണ്ട് ആണ് നമ്മുടെ 3 സാധനങ്ങൾ, നമ്മുടെ 3 ഫെർട്ടിലൈസറായ നൈട്രജൻ, പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ് ഉണ്ടായിരുന്നത്. ആ എമൗണ്ട് എത്രയാണ്? 11 ഗ്രാം ആണ്. നമുക്ക് നോക്കിക്കോളൂ. ഞാൻ തൽക്കാലം ക്വസ്റ്റ്യൻ ഞാൻ മായ്ക്കാം. നമ്മൾ 3 ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഫെർട്ടിലൈസർ മിക്സ് ചെയ്യുന്നത്. ഞാനത് എഴുതാം. നൈട്രജൻ, പൊട്ടാസ്യം, പിന്നെ ആരാണ്? ഫോസ്ഫറസ് ആണ്. റേഷ്യോയുടെ കാര്യമൊക്കെ വരുമ്പോൾ ഓർഡർ എന്നും പ്രധാനമാണ്. ഓർഡർ അതേ ഓർഡറിൽ നിങ്ങൾ എഴുതണം. ഓക്കെ. 7, 9, 15. യെസ്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. 16th ആയപ്പോഴേക്കും 3 ആളും എത്ര കിലോഗ്രാം ആണുള്ളത്? 11 kg ആണുള്ളത്. വേറൊരു കാര്യം തന്നിട്ടുണ്ട്. ഈ 3 സംഭവം മേടിക്കാൻ അയാൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് സെയിം ആണ്. ഈ 3 സംഭവം മേടിക്കാൻ അയാൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് സെയിം ആണ്. അങ്ങനെയെങ്കിൽ പ്രൈസിൻ്റെ റേഷ്യോ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. 16th ക്വാണ്ടിറ്റി ആണ് തന്നിട്ടുള്ളത്. 16th നമുക്ക് ഡേറ്റ് ഉണ്ട്. 16th, 15, 14, പിന്നെന്താണ് 13, 12, 11, 10, 9, 8, 7. ഓക്കെ. യെസ്, അതിൽ ഞാൻ 15th ഞാൻ ആരെ ആഡ് ചെയ്തത്? ഫോസ്ഫറസ് ആഡ് ചെയ്തേ. അതേപോലെ 9th ഞാൻ ആരെ ആഡ് ചെയ്തത്? പൊട്ടാസ്യം ഞാൻ ആഡ് ചെയ്തത്. ഓക്കെ, ഫോസ്ഫറസ്. അതേപോലെ 7th ഞാൻ ആരെ ആഡ് ചെയ്തത്? നൈട്രജൻ ആഡ് ചെയ്തത്. അപ്പോൾ 16th 11 കിലോഗ്രാം ആണ് ആരുണ്ടായിരുന്നത്? നൈട്രജൻ ആയാലും ഫോസ്ഫറസ് ആയാലും പൊട്ടാസ്യം ആയാലും ഉണ്ടായിരുന്നത് 11 കിലോഗ്രാം ആണ്. അപ്പോൾ 15th എത്രയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഫോസ്ഫറസ് 12 ആണ്. സോ ഞാൻ 12 കിലോഗ്രാം ആണ് ആര് മേടിച്ചത്? ഞാൻ മേടിച്ച ഫോസ്ഫറസിൻ്റെ ക്വാണ്ടിറ്റി 12 കിലോഗ്രാം ആണ്. ഇനി ഞാൻ ഓരോന്ന് റെഡ്യൂസ് ചെയ്ത് വരുവാണ്. അങ്ങനെ കൂട്ടി വന്നല്ലോ. 13, 14, 15, 16, 17, 18. അപ്പോൾ 9th തീയതി ഞാൻ എത്ര കിലോഗ്രാം പൊട്ടാസ്യമാണ് ഞാൻ മിക്സ് ചെയ്തത്? 18 കിലോഗ്രാം പൊട്ടാസ്യമാണ് ഞാൻ മിക്സ് ചെയ്തത്. 18 കിലോഗ്രാം പൊട്ടാസ്യമാണ് ഞാൻ മിക്സ് ചെയ്തത്. ഇനി 7th തീയതി ആകുമ്പോൾ 19 ആയി അല്ലേ? 8th തീയതി ആകുമ്പോൾ 19 ആണ്. 7th തീയതി ആകുമ്പോൾ ഞാൻ മിക്സ് ചെയ്ത നൈട്രജൻ്റെ ക്വാണ്ടിറ്റി എന്താണ്? 20 കിലോഗ്രാം. ഇതുവരെ മനസ്സിലായോ? ഒന്നും കൂടെ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? 3 സാധനങ്ങളാണ് നമ്മൾ ഫെർട്ടിലൈസറായിട്ട് ആഡ് ചെയ്യുന്നത്. ഒന്ന് നൈട്രജൻ ആണ്, രണ്ടാമത്തത് പൊട്ടാസ്യം ആണ്, മൂന്നാമത്തത് ഫോസ്ഫറസ് ആണ്. 3 ദിവസമായി നമ്മൾ അതിനെ ആഡ് ചെയ്ത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്താൽ ഓരോ ദിവസം കഴിയും തോറും ഓരോ കിലോഗ്രാം കുറഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ഞാൻ 3 പേരെയും 3 ഡിഫറെൻ്റ് ആയ ദിവസങ്ങളിൽ ഞാൻ ആഡ് ചെയ്തു. 16th തീയതി ആയപ്പോൾ 3 പേരുടെയും ക്വാണ്ടിറ്റി ഈക്വൽ ആണ്, 11 കിലോഗ്രാം ആണ്. സോ 16ൽ 11 ആണെങ്കിൽ 15 ആകുമ്പോൾ 12 കിലോഗ്രാം ആണ്. 15th തീയതിയാണ് ഞാൻ ആരെ ആഡ് ചെയ്തത്? ഫോസ്ഫറസിന് ആഡ് ചെയ്തത്. അങ്ങനെ ഞാൻ വാല്യൂ എഴുതി വന്ന 3 ഡേറ്റ്സിലും ഞാൻ ആഡ് ചെയ്ത ഫെർട്ടിലൈസറിൻ്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം ഇനി ഇത് മായ്ക്കാം. ഇനി എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്
പ്രൈസിൻ്റെ റേഷ്യോയാണ്. എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പ്രൈസിൻ്റെ റേഷ്യോ ആണ്. നോക്കിക്കോളൂ. പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്കെ, എങ്ങനെ പറയാം, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ, അതായത് ഓരോ സാധനത്തിൻ്റെയും ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് അല്ലേ? അതിൻ്റെ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഈ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി അല്ലേ? ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ എനിക്ക് ആരെ കിട്ടും? പ്രൈസ് കിട്ടും. അപ്പോൾ എൻ്റെ ടോട്ടൽ എമൗണ്ട് എന്താണ്? സെയിം ആണ്. ഞാൻ തൽക്കാലം അതിനെ എന്തെന്ന് അസ്യൂം ചെയ്യാം? ടി എന്ന് അസ്യൂം ചെയ്യാം. നോക്കിക്കോളൂ. ഞാൻ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നുള്ള ഓർഡറിലാണ് എഴുതുന്നത്. എൻ്റെ പ്രൈസ് എന്താണ്? T/20, T/18, പിന്നെ ആരാണ്? T/12. T/20, T/18, T/12 ആണ് എന്ത്? എൻ്റെ എന്താ പറയുക, എൻ്റെ പ്രൈസിൻ്റെ റേഷ്യോ. 3 സ്ഥലത്തും T ഉണ്ട്, സോ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. 3 സ്ഥലത്തും 2 ഉണ്ട്, സോ ഞാൻ അതിനെയും ക്യാൻസൽ ചെയ്യുന്നു. 10, 9, 6. സോ എൻ്റെ റേഷ്യോ എന്താണ്? 1/10 = 1/9 = 1/6. ഒരു കാര്യം ചെയ്യാം, ഇവരുടെ LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും? 9, 6, 10 അല്ലേ? ഇതിൻ്റെ LCM എന്ന് പറയുമ്പോൾ എനിക്ക് 90 എന്ന് പറയാൻ പറ്റും. യെസ്, ഞാൻ 90 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. 90 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ഇവിടെ എനിക്ക് 10 കിട്ടും. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 90/6 ചെയ്യുമ്പം 15 കിട്ടും. 9:10:15. ക്ലിയർ ആയോ? 9:10:15. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പം എന്താണ് എൻ്റെ പ്രൈസിൻ്റെ റേഷ്യോ? 9:10:15. യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോട്ടൽ എന്ന് പറഞ്ഞ് ടി എന്ന് തന്നെ അസ്യൂം ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ടി എന്നതിന് പകരം ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ 20, 18, 12 3 കൊണ്ടും ഡിവിസിബിൾ ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഞാൻ 180 എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ റേഷ്യോ എന്താവും? 180/20, 180/18, 180/12 അല്ലേ? ഇത് രണ്ടും ക്യാൻസലായി 9 കിട്ടും. ഇത് രണ്ടും ക്യാൻസലായി 10 കിട്ടും. ഇത് രണ്ടും ക്യാൻസലായി 15 കിട്ടും. എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആണ്. ടി എന്ന് അസ്യൂം ചെയ്യണമെങ്കിൽ ടി എന്ന് അസ്യൂം ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ക്ലിയർ ആയല്ലോ? യെസ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും, പക്ഷേ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ് അല്ലേ? നമ്മൾ ബേസിക്കായി പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. യെസ്. In a temple, every devotee offers fruits to the orphans. These every orphan receives bananas, oranges and grapes in the ratio of 3:2:7 in terms of dozen. But the weight of the weight of a grape is 24 gram and the weight of banana and
orange are in the ratio 4:5, while weight of an orange is 150 gram. Find the ratio of all the 3 fruits in terms of weight, that an orphan get. Again, ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, സിമ്പിളാണ്. ഒരു ടെമ്പിളിൽ ഓരോ ഡിവോട്ടിയും അവിടെ കുറച്ച് ഓഫൻസ് ഇരിപ്പുണ്ടാവും. ആ ഓഫൻസിന് അവർ എന്ത് ചെയ്യും? ഫ്രൂട്ട്സ് ഓഫർ ചെയ്യും. അപ്പോൾ ഫ്രൂട്ട്സ് അവർ ഓഫർ ചെയ്യുന്നത് 3 ഫ്രൂട്ട്സ് ആണ്. ബനാനാസ് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, അതേപോലെ എന്താണ്, ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഓരോ ഓഫനും കിട്ടണ ബനാനയുടെയും ഓറഞ്ചിൻ്റെയും ഗ്രേപ്സിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 3:2:7 ആണ് ഇൻ ടേംസ് ഓഫ് ഡസൻ. ക്ലിയർ ആയല്ലോ? യെസ്. ബട്ട് ദ വെയ്റ്റ് ഓഫ് എ ഗ്രേപ്പ് ഈസ് 24 gram. ഒരു ഗ്രേപ്പിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയ്റ്റ് ഓഫ് ഓറഞ്ച് ആൻഡ് ബനാന ആർ ഇൻ ദ റേഷ്യോ ഓഫ് 4:5 എന്ന് തന്നിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്ന ഗ്രേപ്സിൻ്റെയും ബനാനയുടെയും ഓറഞ്ചിൻ്റെയും റേഷ്യോ എന്താണ്? ബനാന ഓറഞ്ച് ആൻഡ് ഗ്രേപ്സിൻ്റെ റേഷ്യോ ഇൻ ടേംസ് ഓഫ് വെയ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഇൻ ടേംസ് ഓഫ് ഡസൻ ആണ്. ഡസൻ്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരുടെ ടേംസിലാണ്? വെയ്റ്റിൻ്റെ ടേംസിലാണ്. നമുക്ക് നോക്കിക്കോളൂ. ഓറഞ്ച്, ഗ്രേപ്സ്, അതേപോലെ ബനാനയാണ്. ഞാൻ BOG എന്ന് എഴുതാം. BOG. ഓക്കെ. അവരുടെ റേഷ്യോ ഡസനിൽ തന്നിട്ടുണ്ട് 3:7 എന്ന്. ഡസൻ എന്ന് പറയുമ്പം 12 എണ്ണം എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഡസൻ എന്ന് പറയുന്നത് 12 എണ്ണം എന്ന് പറയുന്ന മീനിങ്ങിനാണ് നമ്മൾ ഡസൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഒരു ഗ്രേപ്പിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 24 gram ആണ്. ഇനി ഒരു ഓറഞ്ചിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, അതെന്താണ്? 150 gram ആണ്. ഒരു ഗ്രേപ്പിൻ്റെ വെയിറ്റ് 24 gram ആണ്. ഒരു ഓറഞ്ചിൻ്റെ വെയിറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 150 gram ആണ്. ഓറഞ്ചിൻ്റെയും ബനാനയുടെയും റേഷ്യോ തന്നിട്ടുണ്ട് 4:5 ആണ്. അതിൽ ഓറഞ്ച് ബനാനയാണ്. ബനാന ആൻഡ് ഓറഞ്ച്. ഓക്കെ, ബനാന ആൻഡ് ഓറഞ്ചിൻ്റെ റേഷ്യോ ആണ് 4:5. സോ 5 എന്ന് പറയുന്നത് എന്താണ്? 150 ആണ്. സോ 1:30 അല്ലേ? 1:30 ആണ്. 1:30 ആണെങ്കിൽ ഇവിടെ 4 ആണ്. സോ ഇവിടെ എന്താണ്? 120 gram ആണ്. ഒരു ബനാനയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 120 gram ആണ്. ക്ലിയർ ആയല്ലോ? നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വെയിറ്റിൻ്റെ ടേംസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വെയിറ്റിൻ്റെ ടേംസിൽ നമ്മൾ നമ്മുടെ ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ. നോക്കിക്കോളും. അപ്പോൾ ഇതെന്താണ്? ഇത് ഡസണിൻ്റെ ടേംസിലുള്ള റേഷ്യോ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ഫ്രൂട്ട്സ്, അതായത് ബനാന എത്ര നമ്പർ ഉണ്ടായിരുന്നു, അതേപോലെ ഗ്രേപ്സ് എത്ര നമ്പർ ഉണ്ടായിരുന്നു, ഓറഞ്ച് എത്ര നമ്പർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ബനാന എത്ര നമ്പർ ഉണ്ടായിരുന്നു, ഗ്രേപ്സ് എത്ര നമ്പർ ഉണ്ടായിരുന്നു, ഓറഞ്ച് എത്ര നമ്പർ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാം. 3 × 12 36 ആണ് അല്ലേ? ഇതാരാണ്? ബനാന. ഇനി ഓറഞ്ച് ആരാണ്? ഓറഞ്ച് 2 × 12 എന്താണ്? 24 ആണ്. പിന്നെ ആരാണ്? ഗ്രേപ്സ് എന്ന് പറയുമ്പോൾ 7 × 12 ആണ്. 7 × 12 ചെയ്യുമ്പം 84 കിട്ടും. നമുക്ക് ഈ എണ്ണം കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം എന്നില്ല. ഇനി
ഓരോ ആളുടെയും വെയിറ്റ് തന്നിട്ടുണ്ട്, ഓരോ ബനാനയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഓരോ ഓറഞ്ചിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്, ഓരോരോ ഗ്രേപ്സിൻ്റെ ഒരു ഗ്രേപ്പിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്. എത്ര ഗ്രേപ്സ് ഉണ്ട്, എത്ര ഓറഞ്ച് ഉണ്ട്, എത്ര ബനാന ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി റേഷ്യോ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ആദ്യം ബനാന നോക്കിക്കോളൂ. നമ്പർ ഓഫ് ബനാനാസ് 3 × 12 ആണ്. ഒരാളുടെ വെയിറ്റ് 120 ആണ് ഈസ്റ്റും. ഇനി നമ്പർ ഓഫ് ഓറഞ്ചസിൻ്റെ എണ്ണം 2 × 12 ആണ്. അതിൻ്റെ വെയിറ്റ് എന്താണ്? 150 ഈസ്റ്റും. നമ്പർ ഓഫ് ഗ്രേപ്സിൻ്റെ എണ്ണം 7 × 12 ആണ്. അതിൽ ഒരാളുടെ വെയിറ്റ് എന്താണ്? 74 ആണ്. സിമിലർ ആയ ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 പേരിലും എന്തുണ്ട്? 12 ഉണ്ട്. 3 പേരിലും സിമിലർ ആയതാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, 3 പേരിലും നമുക്ക് എന്തുണ്ട്? 3 പേരിലും നമുക്ക് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്യാം, ഇവിടെ നമുക്ക് 60 കിട്ടും. അതേപോലെ ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം, ഇവിടെ നമുക്ക് 12 കിട്ടും. ഓക്കെ, എഗെയിൻ 3 പേരിലും നമുക്ക് എന്തുണ്ട്? 3 പേരിലും നമുക്ക് 3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇത് 150 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് കിട്ടും. 12 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. എല്ലാം ചെയ്തു എന്ന് തോന്നുന്നു. നോക്കാം. 60 = 50 = 7 × 4 28. 60 = 50 = 28. യെസ്, 60 = 50 = 28. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? എഗെയിൻ നമുക്കിതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എഗെയിൻ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 30 25 14. 30 25 14. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പം ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 rabbits A, B and C move in such a way that when A takes 7 steps, B takes 8 steps and C takes 9 steps. But 4 steps of A are equal to 5 steps of B and 6 steps of C. What is the ratio of their speeds? Okay. സോ അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ബാങ്ക് എക്സാമിനേഷനിൽ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഇവിടെ ഇപ്പോൾ റാബിറ്റ്സ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 3 ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും, 3 പേഴ്സൺസ് അല്ലെങ്കിൽ 3 ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. ചില സമയത്ത് എന്താ പറയുക, ചിലപ്പോൾ 3 ബേർഡ്സ് അല്ലെങ്കിൽ 3 വെഹിക്കിൾസ്, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോൾ ഈ ടൈപ്പിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് 2 മെത്തേഡ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നമുക്ക് രണ്ടും നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് മെത്തേഡ്. 3 റാബിറ്റ്സിൻ്റെ കാര്യമാണ് തന്നിട്ടുള്ളത്. A, B, C അല്ലേ? 3 റാബിറ്റ്സിൻ്റെ കാര്യമാണ് തന്നിട്ടുള്ളത്. A, B, C. ഓക്കെ, ഇനി
ഇതിലെന്താണ് മൂവ് ഇൻ സച്ച് എ വേ ദാറ്റ് വെൻ എ ടേക്സ് 7 സ്റ്റെപ്സ്. എ 7 സ്റ്റെപ്സ് എടുത്താൽ ബി 8 സ്റ്റെപ്സ് എടുക്കും. സി എത്ര സ്റ്റെപ്പ് എടുക്കും? സി 9 സ്റ്റെപ്പ് എടുക്കും. യെസ്, അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇത് ഹോമാണ്, ഇത് നമ്മുടെ ഒരു ബസ് സ്റ്റോപ്പാണെന്ന് വിചാരിച്ചു. ഇത് ഹോമാണ്, ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇതെന്താണ്? സെയിം ഡിസ്റ്റൻസ് ആണ്. ഞാനിപ്പം നമ്മൾ ആദ്യത്തെ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധിച്ചോളാം. ഓക്കെ, കുറച്ച് നമുക്കൊരു കൺഫ്യൂസിങ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിളാണ്. മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് ഉദ്ദേശിക്കണത്? എ 7 സ്റ്റെപ്പ് എടുത്താൽ ബി അതേ സമയം 8 സ്റ്റെപ്പ് എടുക്കും. ബി അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 9 സ്റ്റെപ്പ് എടുക്കും. നോക്കിക്കോളൂ. അതായത് ഇപ്പോൾ ഹോം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഈ സേ ഫോർ എക്സാമ്പിൾ ഇവർ 3 പേരും എ ബി സി ഈ 3 റാബിറ്റ്സും ഈ ഹോമിലാണ് താമസിക്കണതെന്ന് വിചാരിക്കുക. യെസ്, അവിടെ നിന്ന് അവർക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. സോ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ആൾ എടുക്കുന്നത് 7 സ്റ്റെപ്സ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ആൾ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി 7 സ്റ്റെപ്സ് ആണ് എടുക്കണതെങ്കിൽ ബി എന്ന് പറയുന്ന ആൾ ഈ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 സ്റ്റെപ്സ് ആയിരിക്കും എടുക്കണേ. സി എന്ന് പറയുന്ന ആൾ ഈ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 9 സ്റ്റെപ്സ് ആയിരിക്കും എടുക്കണേ. മനസ്സിലായല്ലോ? യെസ്. ഇനി ഇവിടെ നമ്മളോട് അവർ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് അവർ ചോദിച്ചിട്ടുള്ളത് സ്പീഡിൻ്റെ റേഷ്യോയാണ്. ഇവിടെ ഇപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും എ ആയാലും ബി ആയാലും സി ആയാലും ഇവരുടെ ഇൻഡിവിജ്വൽ ആ ഒരു സ്റ്റെപ്പിൽ അവർ കവർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ, ആ ഒരു സ്റ്റെപ്പിൽ അവർ കവർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോ എന്താണ്? 7:8:9 ആണ്. അവർ ആ ഒരു സ്റ്റെപ്പിൽ കവർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ യെസ് വി ക്യാൻ ഈസിലി സേ, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:8:9 ആണ്. നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിലെ ട്വിസ്റ്റ് എന്താണ്? എ എന്ന് പറയുന്ന ആളുടെ ഓരോ സ്റ്റെപ്പും അല്ലെങ്കിൽ ഈച്ച് സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ എ = ബി = സി എന്നല്ല തന്നിട്ടുള്ളത് അല്ലേ. എ എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പ് ബി എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പിന് ഈക്വൽ ആണ്, സി എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പിന് ഈക്വൽ ആണെന്നല്ല ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എ എന്ന് പറയുന്ന ആളുടെ 4 സ്റ്റെപ്പ് ആർക്ക് ഈക്വൽ ആണ്? ബി എന്ന് പറയുന്ന ആളുടെ 5 സ്റ്റെപ്പിന് ഈക്വൽ ആണ്. അത് ആർക്ക് ഈക്വൽ ആണ്? സി എന്ന് പറയുന്ന ആളുടെ 6 സ്റ്റെപ്പിന് ഈക്വൽ ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് ക്ലിയർ. ഇത് നമുക്കിപ്പോൾ ക്ലിയർ ആണ്. ഇവർ ഇൻഡിവിജ്വൽ, അതായത് ഇവരുടെ ഓരോ സ്റ്റെപ്പിലും ഇവർ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ. ഓരോ സ്റ്റെപ്പിലും ഇവർ കവർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോയാണ്. ഞാൻ പറഞ്ഞു ഓരോ സ്റ്റെപ്പിലും അവർ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യണതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ് എന്ത്? അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ. പക്ഷേ ഇവിടെ ഇവർ ഓരോ സ്റ്റെപ്പിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്, ഇപ്പോൾ അവർ തന്നിട്ടുള്ളത് എന്താണ്? 4 സ്റ്റെപ്പിൽ എ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 5 സ്റ്റെപ്പിൽ ബി കവർ ചെയ്യും, അതേപോലെ 6 സ്റ്റെപ്പിൽ സി കവർ ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു സ്റ്റെപ്പിൽ ഓരോരുത്തർ എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുക? അപ്പോൾ ഒരു സ്റ്റെപ്പ് എ എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പ് എത്രയാണ്? ബി എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പ് എത്രയാണ്? സി എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പ് എത്രയാണ്? മനസ്സിലായല്ലോ? അതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിൽ എ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടി, ഒരു സ്റ്റെപ്പിൽ ബി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടി, ഒരു സ്റ്റെപ്പിൽ സി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ 7 സ്റ്റെപ്പ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്? ബി എന്ന് പറയുന്ന ആൾ 8 സ്റ്റെപ്പിൽ എത്ര ദൂരം കവർ ചെയ്യും? സി എന്ന് പറയുന്ന ആൾ 9 സ്റ്റെപ്പിൽ എത്ര ദൂരം കവർ ചെയ്യും എന്നുള്ളതാണ് എന്ത്? അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ. ക്ലിയർ ആയോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കോളും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 4A = 5B = 6C എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസിൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മളൊരു ബേസിക്കായ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തായിരുന്നു. അതിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെയും വാല്യൂസ് അല്ലേ,
എയുടെ വാല്യൂ എന്താണ്, ബിയുടെ വാല്യൂ എന്താണ്, സിയുടെ വാല്യൂ എന്താണ്, ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ട്സ് ഉള്ളൊരു സെഷൻ പോയി കണ്ടാൽ മതി. 4a = 5, b = 6. ഞാനിതിനെ ആരുടെ കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്? 4, 5, 6ൻ്റെ LCM. ഒന്നെങ്കിൽ നിങ്ങൾക്ക് LCM എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കാം. ചില സമയത്ത് 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നതും LCMഉം സെയിം ആയിരിക്കും. ഇവർ ഈ 3 ടേംസിൽ പ്രത്യേകിച്ച് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇവരുടെ LCMഉം ഇവരുടെ പ്രോഡക്റ്റും സെയിം ആയിരിക്കും. ഇവരുടെ ഇടയിൽ എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവരുടെ LCMലും ഇവരുടെ പ്രോഡക്റ്റിലും വേരിയേഷൻസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? യെസ്. എന്തായാലും ഇപ്പോൾ ഈ 4, 5, 6ൻ്റെ LCM 60 ആണ്, അവരുടെ പ്രോഡക്റ്റ് 120 ആണ്. കാരണം 4ലും 6ലും ഒരു കോമൺ ഫാക്ടർ 2 ഉണ്ട് അല്ലേ? യെസ്. അതുകൊണ്ട് LCMഉം പ്രോഡക്റ്റും സെയിം അല്ല. LCM ഇവിടെ 60 ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇനി A കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കറിയാം 4a = 60 ആണ്. സോ A എന്ന് പറയുമ്പോൾ 60/4 15 ആണ്. ഇനി 5b = 60 ആണ്. സോ B എന്ന് പറയുമ്പോൾ 60/5 എന്താണ്? 20 ആണ്. യെസ്. 6c = 60 ആണ്. സോ C എന്ന് പറയുമ്പോൾ 60/6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. സോ എനിക്ക് അങ്ങനെ A എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പ് എത്രയാണെന്ന് കിട്ടി, B എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പ് കിട്ടി, C എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പ് കിട്ടി. ക്ലിയർ ആയോ? യെസ്. ഇനി അപ്പോൾ ഇവർ തമ്മിലുള്ള സ്പീഡിൻ്റെ റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ഒരു സ്റ്റെപ്പിൽ A 15 ആണ് കവർ ചെയ്യുന്നത്, B 20 ആണ് കവർ ചെയ്യുന്നത്, C എത്രയാണ്? 10 ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ 7 സ്റ്റെപ്പിൽ ഇത് എത്ര കവർ ചെയ്യും, 8 സ്റ്റെപ്പിൽ ഇത് എത്ര കവർ ചെയ്യും, 9 സ്റ്റെപ്പിൽ ഇത് എത്ര കവർ ചെയ്യും എന്നുള്ളത് വെച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും? അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പം 7 × 15 = 20 × 8 = 10 × 9. ക്ലിയർ ആയോ? യെസ്. 3 പേരിലും നമുക്ക് 3 എന്ന് പറയണത്, 3 വാല്യൂസിലും 3 എന്ന് പറയുന്നത് നമുക്കറിയാം. റേഷ്യോയിൽ നമ്മൾ എന്തെങ്കിലും വാല്യൂസ് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ 3 പേരിലും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? സോറി, ഇവിടെ 20 അല്ല 12 ആണ്. യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് 3 ക്യാൻസൽ ആവും. ഇവിടെ നമുക്ക് 5 കിട്ടും, ഇവിടെ നമുക്ക് 4 കിട്ടും, ഇവിടെ നമുക്ക് 3 കിട്ടും അല്ലേ? അപ്പോൾ 7 × 5 35 ആണ്, 4 × 8 32 ആണ്, 30. യെസ്. ഇപ്പം ചിലർ വിചാരിക്കും ഇതിൽ രണ്ടിലും 2 കോമൺ ആയിട്ടുണ്ട്, കട്ട് ചെയ്യാൻ പറ്റില്ല. 35ലും 30ലും 5 കോമൺ ആയിട്ടുണ്ട്, കട്ട് ചെയ്യാൻ പറ്റില്ല. 3ലും കോമൺ ആയിട്ടുണ്ടെങ്കിലേ റേഷ്യോയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ടേംസ് ഉണ്ടോ ഒരു റേഷ്യോയിൽ, എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ എല്ലാ വാല്യൂസിലും കോമൺ ആയി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ഇല്ലേ, അതിൻ്റെ 50% ആഡ് ചെയ്തു, അല്ലെങ്കിൽ 50% സബ്ട്രാക്ട് ചെയ്തു, അല്ലെങ്കിൽ 25% ആഡ് ചെയ്തു, 25% സബ്ട്രാക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? സോ എന്താണ് സ്പീഡിൻ്റെ റേഷ്യോ? 35:32:30. ക്ലിയർ ആയോ? യെസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി സെക്കൻഡ് മെത്തേഡാണ്. ഞാൻ 2 at a ടൈം എടുക്കുവാണ്. 2 എണ്ണം ഒരു സമയത്ത് ഞാൻ എടുക്കുവാണ്. ഒന്ന് A is B ആണ്, രണ്ടാമത്തത് B is C ആണ്. ഓക്കെ, A 7 സ്റ്റെപ്സ് വെക്കുമ്പം B എന്ന് പറയുന്ന ആൾ ആ സമയത്ത് 8 സ്റ്റെപ്സ് ആണ് വയ്ക്കുക. അതേപോലെ B എന്ന് പറയുന്ന ആൾ 8 സ്റ്റെപ്സ് വെക്കുമ്പോൾ C എന്ന് പറയുന്ന ആൾ 9 സ്റ്റെപ്സ് ആണ് വയ്ക്കുക. A എന്ന് പറയുന്ന ആളുടെ 4 സ്റ്റെപ്സ് B എന്ന് പറയുന്ന ആളുടെ 5 സ്റ്റെപ്പിന് ഈക്വലാണ്. A എന്ന് പറയുന്ന ആളുടെ 4 സ്റ്റെപ്പ് B എന്ന് പറയുന്ന ആളുടെ 5 സ്റ്റെപ്പിന് ഈക്വലാണ്. നോക്കിക്കോളൂ, 4a = 5b അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ഈ A/B 5:4 5:4. യെസ്. അതേപോലെ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് എന്താണ് A എന്ന് പറയുന്ന ആൾ, B എന്ന് പറയുന്ന ആൾ 5 സ്റ്റെപ്പ് വയ്ക്കുമ്പം അതെന്താണ് C എന്ന് പറയുന്ന ആളുടെ 6 സ്റ്റെപ്പിന് ഈക്വലാണ്. സോ B/C എന്ന് പറയുമ്പോൾ എന്താണ് 6:5 ആണ്. 6:5 ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ 7 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്.
7 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. ഇതെന്താണ്? ഒരു സ്റ്റെപ്പിലുള്ള ഡിസ്റ്റൻസ് ആണ്. 7 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. ഈ 5 എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിലത്തെ എന്താണ്? ഒരു സ്റ്റെപ്പിൻ്റെ ഡിസ്റ്റൻസ് ആണ്. 8 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. 4 എന്ന് പറയുന്നത് എന്താണ്? 4 എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിലത്തെ ഡിസ്റ്റൻസ് ആണ്. യെസ്. അതേപോലെയാണ് ഇവിടെ ബിയുടെ കാര്യം വരുമ്പം 8 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. 8 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്. ഇവിടെ ഈ 6 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റെപ്പിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അതേപോലെ വിത്ത് റെസ്പെക്ട് ഇത് ഈ ബിയുടെ വാല്യൂ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ ബിയുടെ വാല്യൂ സിക്ക് അനുസരിച്ചിട്ടാണ്, അതേപോലെ സിയുടെ വാല്യൂ ബിക്ക് അനുസരിച്ചിട്ടാണ്. ഫസ്റ്റ് റേഷ്യോയിൽ എയുടെ വാല്യൂ ബിന് അനുസരിച്ചിട്ടാണ്, ബിയുടെ വാല്യൂ സിന് അനുസരിച്ചിട്ടാണ്. ചിലർ വിചാരിക്കും ഇവിടെ 4 ഉണ്ട്, ഇവിടെ 6 ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ വരാൻ കാരണം വിത്ത് റെസ്പെക്ട് ടു അതർ അല്ലേ, നമ്മൾ റേഷ്യോ പറയുമ്പോൾ ഇൻഡിവിജ്വൽ വാല്യൂസ് അല്ല പറയണേ, ഒരു വാല്യൂ വിത്ത് റെസ്പെക്ട് ടു അതർ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഗേൾസ് ഈസ് ടു ബോയ്സ് എന്ന് തന്നിട്ട് 1:2 ആണെങ്കിൽ ഓരോ 2 ബോയ്സിനും ഒരു ഗേൾ ഉണ്ട് അല്ലേ, അതാണ് മീനിങ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വരും? വാല്യൂസിൽ വേരിയേഷൻസ് വരാം. റേഷ്യോ പറയുമ്പം വാല്യൂസിൽ വേരിയേഷൻസ് വരാം. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവരെ 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവരെ 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 5 ചെയ്യുമ്പോൾ 35 കിട്ടും. 8 × 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? 32 കിട്ടും. 8 × 6 ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടും. 9 × 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45 കിട്ടും അല്ലേ? യെസ്. 45 കിട്ടും. ഇവിടെ നമ്മൾ പറയുമ്പോൾ 32, 48 ആണ്. എ ബി അതേപോലെ ബി ഈസ് ടു സി. നമുക്കറിയാം 2 റേഷ്യോസ് നമ്മൾ കമ്പൈൻ ചെയ്യണ സമയത്ത് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. ബി ഉണ്ട്, അതിൻ്റെ വാല്യൂസ് സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ 32 ആണ്, ഇവിടെ 48 ആണ് അല്ലേ. ഇവിടെ 32 ആണ്, ഇവിടെ 48 ആണ്. സോ ഒരു കാര്യം ചെയ്യാം, 32ടെയും 48ൻ്റെയും LCM എന്ന് പറയുന്നത് 96 ആണ്. 32ടെയും 48ൻ്റെയും LCM എന്ന് പറയുന്നത് 96 ആണ്. 96 ഡിവൈഡഡ് ബൈ 32 3 ആണ്. 96 ഡിവൈഡഡ് ബൈ 48 എന്ന് പറയുന്നത് എന്താണ്? 48 എന്ന് പറയുന്നത് 2 ആണ്. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആളെ 35നെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 35നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 35നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. 35 × 3 is 2. ഇവിടെ നമുക്ക് 96 is 2. ഇവിടെ എന്ത് കിട്ടും? 45 × 2 ചെയ്യുമ്പം 90 കിട്ടും. ഇനി ഈ 3-ൽ എന്തുണ്ട്? ഈ 3-ലും 3 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. സോ ഇവിടുത്തെ 3 നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 കിട്ടും. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. സോ 35 is 2, 32 is 30. ഇങ്ങനെ 2 രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാം. 2 രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം നമ്മൾ 3 പേരുടെയും, അത് നമ്മൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ റേഷ്യോസ് വാല്യൂസ് നമ്മൾ 2 at a time ആണ് എടുത്തത്. ആദ്യം നമ്മൾ ചെയ്തത് 3 പേരെയും നമ്മൾ ഒന്നിച്ച് കൺസിഡർ ചെയ്തു. 7:8:9 ആണ് അവരുടെ നമ്പർ ഓഫ് സ്റ്റെപ്സിൻ്റെ റേഷ്യോ. അതേപോലെ എന്താ പറയുക, ഓരോ സ്റ്റെപ്പും ഈക്വൽ ആയിരുന്നെങ്കിൽ, ഓരോ സ്റ്റെപ്പിൻ്റെയും വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഈക്വൽ ആയിരുന്നെങ്കിൽ നമുക്ക് അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ 7:8:9 ആണെന്ന് നമുക്ക് സിമ്പിളായി ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവരുടെ ഓരോ സ്റ്റെപ്പും ഈക്വൽ അല്ല. എ എന്ന് പറയുന്ന ആളുടെ 4 സ്റ്റെപ്പ്, ബി എന്ന് പറയുന്ന ആളുടെ 5 സ്റ്റെപ്പിന് ഈക്വൽ ആണ്. അത് മറ്റേ സി എന്ന് പറയുന്ന ആളുടെ 6 സ്റ്റെപ്പിന് ഈക്വൽ ആണ്. സോ നമ്മൾ ഫസ്റ്റിൽ എന്ത് ചെയ്തു? ഇവരെ 3 പേരെയും ഒരു കോമൺ ആയി അവരുടെ LCMലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പിലും അവർ എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താണ് ചെയ്തത്? 7 × 15 is 2. പിന്നെ എന്തായിരുന്നു? 8 × 12 is 2. പിന്നെ നമുക്ക് എന്തായിരുന്നു? 6 × 10 എന്ന് കിട്ടി അല്ലേ? 6 അല്ല, 9 × 10 എന്ന് കിട്ടി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 35:32:30 എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിൽ ഞാൻ 2 at a time ആണ് എടുത്തത്. ആദ്യം ഞാൻ എയും ബിയും കൺസിഡർ ചെയ്തു, പിന്നെ ഞാൻ ബിയും സിയും ഞാൻ കൺസിഡർ ചെയ്തു. എയും ബിയുടെയും നമ്പർ ഓഫ് സ്റ്റെപ്സിൻ്റെ റേഷ്യോ 7:8 ആണ്. എ 7 സ്റ്റെപ്സ് വെക്കുമ്പം അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ബി 8 സ്റ്റെപ്സ് വെക്കും. ഇനി അതേപോലെ എനിക്ക് എന്താണ്? എ എന്ന് പറയുന്ന ആളുടെ 4 സ്റ്റെപ്സ് ബി എന്ന് പറയുന്ന ആളുടെ 5 സ്റ്റെപ്സിന് ഈക്വൽ ആണ്. സോ എ ബൈ ബിയുടെ റേഷ്യോ എന്താണ്? 5:4 ആണ് അല്ലേ? യെസ്. അതേപോലെയാണ് എന്ത്? അതേപോലെ ഞാൻ ബിയും സിയും ഞാൻ കൺസിഡർ ചെയ്തു. 8:9 ആണ് ബിയുടെയും സിയുടെയും നമ്പർ ഓഫ് സ്റ്റെപ്സിൻ്റെ റേഷ്യോ.
ഇനി അവരുടെ ഓരോ സ്റ്റെപ്പിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കാൻ ഇതേപോലെ ഞാൻ ഇക്വേറ്റ് ചെയ്തപ്പം ഓരോ സ്റ്റെപ്സിൻ്റെയും റേഷ്യോ കിട്ടി. ഞാൻ റെസ്പെക്റ്റീവ് വാല്യൂസിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം, നമുക്കിനി ഇവരുടെ 3 പേരുടെയും ഒന്നിച്ചുള്ള റേഷ്യോ ആണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ഈ ഒരു കേസിൽ 2 അറ്റ് എ ടൈം ആണ് എടുത്തത്. 3 പേരുടെ ഒന്നിച്ചുള്ള റേഷ്യോ കാണുമ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോ കമ്പൈൻ ചെയ്യണം. റേഷ്യോ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യണമെന്നുള്ളത് നമ്മുടെ റേഷ്യോയുടെ ബേസിക്കായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു. നമ്മൾ ആ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പ്രോബ്ലംസ് ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ആ ബേസിക്കായ കാര്യങ്ങൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പോൾ പ്രോബ്ലംസിൽ നമുക്ക് അവിടെ പഠിച്ച ബേസിക്കായ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുണ്ടാവും. സോ ഇവിടെ നോക്കിക്കോളൂ, റേഷ്യോസ് നമ്മൾ കമ്പൈൻ ചെയ്യണ സമയത്ത് കോമൺ ആയിട്ട് ഒരാൾ ഉണ്ടാവണം, ബി ഉണ്ട്, അയാളുടെ വാല്യൂ സെയിം ആയിരിക്കണം. സോ ഇവിടെ 32ഉം 48ഉം ആണ്. വാല്യൂ സെയിം ആക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കാം, 32ടെയും 48ൻ്റെയും പ്രോഡക്റ്റ് ഒരു നമ്പറായി, അതായത് പ്രോഡക്റ്റ് ആ ഒരു വാല്യൂ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇയാൾ നിങ്ങൾക്ക് 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എൽ സി എം എടുക്കാതെ ഇവരുടെ പ്രോഡക്റ്റ് 32 × 48 എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് ആവശ്യമുള്ള വാല്യൂ ആയി കൺസിഡർ ചെയ്ത്, നമുക്ക് ആവശ്യമുള്ള കോമൺ വാല്യൂ ആയി കൺസിഡർ ചെയ്ത് ഇവിടെ 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണ ആൻസർ ഇതായിരിക്കും. നമുക്കറിയാം 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ടീഡിയസ് ആയ ഒരു പരിപാടിയാണ്. ബാങ്ക് എക്സാമിനേഷനിൽ നമുക്കത് പറ്റില്ല. ബിക്കോസ് നമുക്ക് അവിടെ വി ഹാവ് നോ പെർമിഷൻ ടു യൂസ് കാൽസി ദർ. കാൽസി യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. സോ മൾട്ടിപ്ലിക്കേഷൻ എത്ര സിംപ്ലർ ആക്കാൻ പറ്റുമോ അത്രയും നല്ലത് അല്ലേ. സോ ഞാൻ ആലോചിച്ചു 32, 48, ഓക്കെ, അതിനൊരു LCM ഉണ്ട്, 96 ഉണ്ട്. സോ 32നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടും. 48നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 96 കിട്ടും. സോ ഞാൻ 32നെയും 48നെയും 96 ആക്കാൻ തീരുമാനിച്ചു. 3 കൊണ്ടും 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പം 2 ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 35 × 3, 32നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 96, 45നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90. എല്ലാ 3 ടേംസിലും 3 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം എനിക്ക് കിട്ടേണ്ട റേഷ്യോ കിട്ടി. ക്ലിയർ ആയല്ലോ? യെസ്. സോ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. യെസ്. നമ്പർ ഓഫ് സ്റ്റെപ്സിൻ്റെ റേഷ്യോ തരും. നമ്പർ ഓഫ് സ്റ്റെപ്സിൻ്റെ റേഷ്യോ തന്നിട്ട് ഓരോ സ്റ്റെപ്പിൻ്റെയും വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ഇന്ന സ്റ്റെപ്സ് ഇത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് മറ്റേ ആൾക്ക് ഈക്വൽ ആണെന്നൊക്കെ തന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. യെസ്. യെസ്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. On entire earth, the ratio between land and water is 1:2, and at northern hemisphere is 2:3. So what is the ratio of land and water at southern hemisphere? Yes. ഓക്കെ, നമുക്ക് 2-3 രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇത് നമ്മുടെ ഹോൾ എർത്താണ്. ഇതെന്താണ്? ഇത് നമ്മുടെ ഹോൾ എർത്താണ്. ഇത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പം മുകളിലുള്ള ഭാഗമാണ്.
ഒരു കാര്യം ചെയ്യും, ഇവിടെ എഴുതാം. നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് മുകളിലുള്ള ഭാഗമാണ്, സൗത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് ഇക്വേറ്ററിൻ്റെ താഴത്തുള്ള ഭാഗമാണ് അല്ലേ? യെസ്. ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ടോട്ടൽ ഏരിയ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ എർത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയയും സൗത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയയും എന്താണ്? ഹാഫ് ഹാഫ് ആണ്, 1:1 ആണ് അല്ലേ? ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. നോർത്തേൺ ഹെമിസ്ഫിയർ ഈസ് ടു സൗത്തേൺ ഹെമിസ്ഫിയറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ടോട്ടൽ എർത്തിൻ്റെ സ്പേസിനെ ഞാനൊരു 60 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാം. ടോട്ടൽ എൻ്റെ എർത്തിൻ്റെ സ്പേസിനെ ഞാനൊരു റാൻഡമായ ഒരു വാല്യൂ ഞാൻ ചൂസ് ചെയ്യുവാണ് 60. ഞാൻ നോക്കുമ്പോൾ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 1 + 2 3 ആണ്, 3യുടെ മൾട്ടിപ്പിൾ ആണ് 60, 2യുടെ മൾട്ടിപ്പിൾ ആണ്, 3യുടെ മൾട്ടിപ്പിൾ ആണ്, 5യുടെയും മൾട്ടിപ്പിൾ ആണ്. സോ അതുകൊണ്ട് ഞാൻ ഏത് വാല്യൂ ചൂസ് ചെയ്തു? 60 എന്നൊരു വാല്യൂ ചൂസ് ചെയ്തു. ഞാൻ 60 എന്നുള്ളൊരു വാല്യൂ ചൂസ് ചെയ്താൽ നോക്കിക്കോളൂ, ടോട്ടൽ ലാൻഡിൻ്റെയും വാട്ടറിൻ്റെയും അല്ലേ, ഒരു മിനിറ്റ്, നോർത്തേൺ ഹെമിസ്ഫിയർ ഈസ് ടു സൗത്തേൺ ഹെമിസ്ഫിയർ 1:1. ഇനി ഈ 60 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എർത്തിൻ്റെ ഏരിയ ആണ്, മൊത്തം എർത്തിൻ്റെ ആ ഒരു ഏരിയനെയാണ് ഞാൻ 60 എന്ന് അസ്യൂം ചെയ്യുന്നത്. ഇനി എനിക്കറിയാം ഈ 60 എന്ന് പറയുന്നതിൽ എനിക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ നമ്മുടെ എർത്തിൻ്റെ എൻറ്റയർ എർത്തിൻ്റെ ലാൻഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ L/W. 60 എർത്തിൻ്റെ ഒരു ഏരിയ, ടോട്ടൽ ഏരിയ, എൻറ്റയർ എർത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 60 ആണെങ്കിൽ ലാൻഡിൻ്റെ റേഷ്യോ 1:2 ആണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 20:40 എന്ന് കിട്ടും അല്ലേ? 1:2 ആണ്, 20:40 എന്ന് കിട്ടും. 1:2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോട്ടൽ എൻറ്റയർ എർത്തിൻ്റെ ആ ഒരു വാല്യൂ 3 ആണെങ്കിൽ ലാൻഡിൻ്റെ വാല്യൂ 1 ആണ്, വാട്ടറിൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ടോട്ടൽ ഏരിയ, ആ ഒരു ടോട്ടൽ എൻറ്റയർ എർത്തിൻ്റെ ഏരിയ 60 എന്ന് കൺസിഡർ ചെയ്യുമ്പം 1 = 20 എന്ന് കിട്ടും. സോ എൻ്റെ ലാൻഡ് എന്താണ്? 1 ആണ്, 20, വാട്ടർ എന്താണ്? 2 ആണ്, 40 എന്ന് കിട്ടി. ഇനി ഞാൻ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ഞാൻ വരാൻ പോവാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ, ഓക്കെ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഇത് എർത്തിൻ്റെയാണ്, എൻറ്റയർ എർത്തിൻ്റെ കാര്യമാണ്. എൻറ്റയർ എർത്തിൻ്റെ കാര്യമാണ് 60 എൻ്റെ ടോട്ടൽ ഏരിയ. അതിൽ ലാൻഡ് എത്രയാണ്? ലാൻഡ് 20 വരും, വാട്ടർ 40 വരും. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഞാൻ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ മാത്രം കാര്യം ഞാൻ കൺസിഡർ ചെയ്യുക. നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ മാത്രം കാര്യം ഞാൻ കൺസിഡർ ചെയ്യുമ്പം എൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഞാൻ പറയുക 30 ആയിരിക്കും. അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത്? നോക്കിക്കോളൂ. എൻറ്റയർ എർത്തിൻ്റെ ഏരിയ 2 ആണെങ്കിൽ എൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയർ 1 ആയിരിക്കും, സൗത്തേൺ ഹെമിസ്ഫിയർ 1 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ എൻ്റെ എൻറ്റയർ എർത്തിൻ്റെ ഏരിയ ഞാൻ 60 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 30 ആയിരിക്കും. സൗത്തേൺ ഹെമിസ്ഫിയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ വാല്യൂ 30 ആണെങ്കിൽ അവിടെ ലാൻഡ് എത്രയാണ്? വാട്ടർ എത്രയാണ്? അവിടെ ലാൻഡ് എത്രയാണ്? അവിടെ വാട്ടർ എത്രയാണ്? നോക്കിക്കോളൂ. ഇവിടെ 2 + 3 എന്താണ്? 5 ആണ്. ടോട്ടൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 5 ആണെങ്കിൽ ലാൻഡ് 2 ആണ്, വാട്ടർ 3 ആണ്. ഇവിടെ എൻ്റെ ടോട്ടൽ ഏരിയ എന്താണ്? 30 ആണ്. സോ എനിക്ക് എന്ത് കിട്ടി? 1 = 6 എന്ന് കിട്ടി. സോ 1 = 6 ആണെങ്കിൽ ലാൻഡ് 12 ആയിരിക്കും, നമ്മുടെ വാട്ടർ എന്തായിരിക്കും? 18 എന്ന് കിട്ടും. നമ്മുടെ വാട്ടർ എന്തായിരിക്കും? 18 എന്ന് കിട്ടും. ക്ലിയർ ആയോ? യെസ്. ഇനി നമുക്ക് എന്താണ് കാണാനുള്ളത്? ഇനി നമുക്ക് കാണാനുള്ളത് സൗത്തേൺ ഹെമിസ്ഫിയറിൽ എന്താ പറയുക, നമ്മുടെ വാട്ടറിൻ്റെയും ലാൻഡിൻ്റെയും, സൗത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ വാട്ടറിൻ്റെയും ലാൻഡിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് കാണാനുള്ളത്. നോക്കിക്കോളൂ. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലാൻഡും വാട്ടറുമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളതാണ്. ഇത് ടോട്ടൽ ലാൻഡും വാട്ടറുമാണ്. അതായത് ഇപ്പം ടോട്ടൽ ലാൻഡ്, അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇതൊരു പാത്രമാണ്, ഇതൊരു കണ്ടെയ്നർ ആണെന്ന് വിചാരിച്ചോളൂ. ഈ കണ്ടെയ്നറിൻ്റെ മൊത്തം വോള്യൂം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. ഈ കണ്ടെയ്നറിൻ്റെ മൊത്തം വോള്യൂം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. ഇത്രയും ഭാഗം, ഓക്കെ, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 3 ലിറ്റർ ആണെങ്കിൽ, ഇത്രയും ഭാഗം 3 ലിറ്റർ ആണെങ്കിൽ ഈ റിമൈനിങ് ഷെയ്ഡ് ചെയ്ത പാർട്ടിൻ്റെ വോള്യൂം നമ്മൾ എങ്ങനെ കാണും?
ടോട്ടൽ വോള്യത്തിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള അത്രയും പാർട്ടിൻ്റെ വോള്യൂം നമ്മൾ മൈനസ് ചെയ്യുമ്പം നമുക്ക് റിമൈനിങ് പാർട്ടിൻ്റെ വോള്യൂം കിട്ടും. അതേപോലെയാണ് ഇവിടെയും. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? ടോട്ടൽ എർത്തിൻ്റെ എൻറ്റയർ എർത്തിലുള്ള ലാൻഡിൻ്റെ ആ ഒരു ഏരിയ നമുക്കുണ്ട്, എൻറ്റയർ എർത്തിലുള്ള വാട്ടറിൻ്റെ ഏരിയ നമുക്കുണ്ട്. അതേപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിലുള്ള ലാൻഡിൻ്റെ ഏരിയ നമുക്കുണ്ട്, ഒരു പർട്ടിക്കുലർ പാർട്ടിലുള്ള വാട്ടറിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ റിമൈനിങ് പാർട്ടാണ് ആര്? സൗത്തേൺ ഹെമിസ്ഫിയർ. അതിലുള്ള ലാൻഡിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ലാൻഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ടോട്ടൽ എർത്തിൻ്റെ വാല്യൂ മൈനസ് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള വാല്യൂ. അതേപോലെ വാട്ടറിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ ടോട്ടൽ നമ്മുടെ വാട്ടറിൻ്റെ വാല്യൂ മൈനസ് ലാൻഡിൻ്റെ വാല്യൂ. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 20 12 പോയാൽ 8 കിട്ടും. നമുക്ക് 40 18 പോയാൽ നമുക്ക് 22 കിട്ടും അല്ലേ? 22 കിട്ടും. നമുക്കറിയാം നോർത്തേൺ ടോട്ടൽ എർത്തിൻ്റെ ഏരിയ 60 ആണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ 30 ആണ്. അപ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറിലും എത്ര ഏരിയ ഉണ്ടാവണം? 30 ഉണ്ടാവണം. ഈ ടോട്ടൽ എടുക്കുമ്പം എനിക്ക് എന്താണ് കിട്ടുന്നത്? 8 + 22 ചെയ്യുമ്പം എനിക്ക് എന്താണ് കിട്ടണേ? 30 ആണ് കിട്ടുന്നത്. രണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 4:11 ഈസ് ദ റേഷ്യോ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ അറ്റ് സൗത്തേൺ ഹെമിസ്ഫിയർ. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ഇതൊരു മെത്തേഡാണ്, സിമ്പിളായ ഒരു മെത്തേഡാണ്. സോ ഒന്നുകൂടെ പറയാം, നോക്കിക്കോളൂ. ഇവിടെ ഇതാണ് നമ്മുടെ ഹോൾ എർത്തിൻ്റെ നടുക്ക് നമുക്ക് ഇക്വേറ്റർ ഉണ്ട്. കറക്റ്റ് നടുക്കാണ് നമ്മുടെ ഇക്വേറ്റർ. സോ മുകളിലാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴത്താണ് സൗത്തേൺ ഹെമിസ്ഫിയർ. എൻറ്റയർ എർത്തിൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയയുടെ ഹാഫാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, ഹാഫാണ് സൗത്തേൺ ഹെമിസ്ഫിയർ. ഇത് നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഐഡിയ ആണ്. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. എൻറ്റയർ എർത്തിലുള്ള ലാൻഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. എനിക്ക് കൺവീനിയൻ്റ് ആയ ഒരു വാല്യൂ ഞാൻ ചൂസ് ചെയ്തു, ദാറ്റ് ഈസ് 60. ഓക്കെ, കാരണം ഇതിൽ നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. പിന്നെ നമുക്ക് 2 + 3 ആഡ് ചെയ്യുമ്പോൾ 5 ആണ് കിട്ടുന്നത്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്പർ 2, 3, 5ൻ്റെ എല്ലാം ഒരു മൾട്ടിപ്പിൾ ആയ ഒരു നമ്പർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സുഖമായി കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ 60 എന്നൊരു വാല്യൂ ചൂസ് ചെയ്തു. നിങ്ങൾ 60 തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. യു ക്യാൻ ചൂസ് എനി വാല്യൂ. ഞാൻ റാൻഡം ആയ ഒരു വാല്യൂ ഞാൻ ചൂസ് ചെയ്യുന്നതാണ്. ഇന്ന വാല്യൂ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, ഏത് വാല്യൂ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ പോണത് 4:11 എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കാൽക്കുലേഷൻസ് കമ്പാരിറ്റീവ്ലി ഈസി ആക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു വാല്യൂ ചൂസ് ചെയ്തേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഈ റേഷ്യോക്ക് അനുസരിച്ച് ടോട്ടൽ എർത്തിൻ്റെ ലാൻഡ് വാട്ടറിൻ്റെ അളവ് ഞാൻ കണ്ടുപിടിച്ചു. ടോട്ടൽ ഏരിയ 60 ആണെങ്കിൽ ലാൻഡ് 20 ആണ്, വാട്ടർ അതിൽ 40 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ടോട്ടൽ എർത്തിൻ്റെ ഏരിയ, എൻറ്റയർ എർത്തിൻ്റെ ഏരിയ 60 ആവുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ 30 ആയിരിക്കും. സോ ഞാൻ 30 എടുത്തു. നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലാൻഡിൻ്റെയും വാട്ടറിൻ്റെയും എനിക്ക് ഏരിയ തന്നിട്ടുണ്ട് 2:3 ആണ്. സോ ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എനിക്ക് എന്ത് കിട്ടി? 12:18 എന്ന് കിട്ടി. ഇനി ടോട്ടൽ എൻറ്റയർ എർത്തിൻ്റെ ഏരിയ, വാട്ടറിൻ്റെ ആയാലും ലാൻഡിൻ്റെ ആയാലും ഏരിയ ഉണ്ട്. ഒരു പർട്ടിക്കുലർ പാർട്ടിലുള്ള ആ ഒരു ലാൻഡിൻ്റെയും വാട്ടറിൻ്റെയും ഏരിയ ഉണ്ട്. റിമൈനിങ് ആണ് ആര്? നമ്മുടെ സൗത്തേൺ ഹെമിസ്ഫിയർ. സോ ടോട്ടലിൽ നിന്ന് നമുക്കറിയാവുന്ന പാർട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈനിങ്ങിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടി. 8ഉം 22ഉം കിട്ടി. ഞാൻ ക്യാൻസൽ ചെയ്യണതിന് മുമ്പ് ഞാൻ അതിനെ ആഡ് ചെയ്തപ്പം എനിക്ക് കിട്ടിയത് 30 ആണ്. കിട്ടിയ ആൻസർ കറക്റ്റാണ്. സോ യെസ്, 4:11. ക്ലിയർ ആയല്ലോ? യെസ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. സിമ്പിളായ ഒരു മെത്തേഡാണ്. യെസ്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞാനിവിടെ 60 ആണ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതിന് പകരം ഏത് വാല്യൂ ചൂസ് ചെയ്യാം? യു ക്യാൻ ചൂസ് 100 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 50 മുകളിലായിരിക്കും, 50 താഴത്തായിരിക്കും. 50 മുകളിലുണ്ടാവും, 50 താഴത്തുണ്ടാവും. ഈ ഓരോരോ റേഷ്യോയുടെ വാല്യൂസും കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വാല്യൂവും ചൂസ് ചെയ്യാം. ഞാൻ എന്താണ് 60 എളുപ്പത്തിന് വേണ്ടി ചൂസ് ചെയ്തതാണ്. സിമ്പിളായ ഒരു മെത്തേഡാണ്. ഓക്കെ, യെസ്. Okay.